ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ കീഴിലുള്ള യുവനിരയ്ക്ക് അഭിമാനിക്കാവുന്ന ചരിത്ര നേട്ടം. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിനും ആധികാരിക വിജയം കരസ്ഥമാക്കിയ ടീം ഇന്ത്യ 2 മത്സരങ്ങളുള്ള പരമ്പര 2-0 തൂത്തുവാരി. 7 വിക്കറ്റുകളുടെ തിളക്കമാർന്ന വിജയമാണ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്ത്യ ആഘോഷിച്ചത്. വിൻഡീസ് നൽകിയ 121 റൺസ് എന്ന താരതമ്യേന ചെറിയ വിജയലക്ഷ്യം 5-ാം ദിനം രാവിലെ തന്നെ 3 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടക്കുകയായിരുന്നു. ഒരു മുഴുനീള ടെസ്റ്റ് പരമ്പരയിൽ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലെ കന്നി നേട്ടം കൂടിയായി ഇത്. വിജയം വേഗത്തിലാക്കാനുള്ള തീവ്ര ശ്രമത്തിനിടെ സായി സുദർശൻ, ക്യാപ്റ്റൻ ഗിൽ എന്നിവരുടെ വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായെങ്കിലും ഓപ്പണർ KL രാഹുൽ ഒരു പാറ പോലെ ഉറച്ചുനിന്ന് ഇന്ത്യൻ ജയത്തിന് ചുക്കാൻ പിടിച്ചു. 108 ബോളിൽ 6 4-ഉം 2 6-ഉം ഉൾപ്പെടെ രാഹുലിന്റെ അപരാജിത 50 ഒരു പരിചയസമ്പന്നനായ കളിക്കാരന്റെ നിർണായക ഇന്നിംഗ്സ് ആയിരുന്നു. 4-ാം ദിനം കളി നിർത്തുമ്പോൾ ഒരു വിക്കറ്റിന് 63 റൺസ് എന്ന നിലയിലായിരുന്ന ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് 58 റൺസ് മാത്രമായിരുന്നു. ഈ ലക്ഷ്യം 5-ാം ദിനം അനായാസം മറികടക്കാൻ രാഹുലിന്റെയും ധ്രുവ് ജുറേലിന്റെയും ചെറുത്തുനിൽപ്പ് നിർണായകമായി. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 5 വിക്കറ്റിന് 518 റൺസ് എന്ന കൂറ്റൻ സ്കോറിൽ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. യശസ്വി ജയ്സ്വാളിന്റെ, ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറികളും സായി സുദർശന്റെ അർദ്ധ സെഞ്ചുറിയും ചേർന്നപ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡ് കുതിച്ചുയർന്നു. പ്രത്യേകിച്ചും ഗില്ലിന്റെ ക്യാപ്റ്റനായുള്ള പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ആദ്യ ടെസ്റ്റ് പരമ്പരയിൽ തന്നെ തന്റെ ബാറ്റിംഗ് മികവ് ചോദ്യം ചെയ്തവർക്ക് ഗിൽ ഉചിതമായ മറുപടിയും നൽകി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് ആദ്യ ഇന്നിംഗ്സിൽ 248 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യക്ക് 270 റൺസിന്റെ കൂറ്റൻ ലീഡ് ലഭിച്ചു. ഇന്ത്യൻ ബൗളർമാരിൽ കുൽദീപ് യാദവ് 5 വിക്കറ്റുകൾ വീഴ്ത്തി വിൻഡീസ് ബാറ്റിംഗിനെ തകർത്തു. വമ്പൻ ലീഡ് ലഭിച്ചതോടെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഗില്ല് ഇന്നിംഗ്സ് വിജയം ലക്ഷ്യമിട്ട് വെസ്റ്റ് ഇൻഡീസിനെ ഫോളോ ഓണിന് ക്ഷണിച്ചു. എന്നാൽ ഇവിടെ വെച്ച് ഇന്ത്യയുടെ കണക്കുകൂട്ടലുകൾ പാടെ പിഴയ്ക്കുകയായിരുന്നു. വൻ തകർച്ച പ്രതീക്ഷിച്ച ഇന്ത്യൻ ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് വിൻഡീസ് ബാറ്റ്സ്മാൻമാർ 2-ാം ഇന്നിംഗ്സിൽ പൊരുതി. ജോൺ ക്യാമ്പലും ഷെയ് ഹോപ്പും സെഞ്ചുറികൾ നേടി വിൻഡീസിനെ മുന്നിൽ നിന്നും നയിച്ചു. ക്യാമ്പലിന്റെ കന്നി ടെസ്റ്റ് സെഞ്ചുറി ആയിരുന്നെങ്കിൽ 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഹോപ്പ് ഒരു ടെസ്റ്റ് സെഞ്ചുറി കുറിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. ഇരുവരുടെയും തകർപ്പൻ കൂട്ടുകെട്ട് കൂടാതെ ജസ്റ്റിൻ ഗ്രീവ്സ്, ക്യാപ്റ്റൻ റോസ്റ്റൺ ചേസ്, ജെയ്ഡൻ സീൽസ് എന്നിവരും മികച്ച സംഭാവന നൽകിയതോടെ വിൻഡീസ് 390 റൺസ് എന്ന മികച്ച ടോട്ടലിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. ഇന്ത്യയുടെ ഫോളോ ഓൺ നീക്കം വിജയിക്കാതെ പോയത് ഒരു അപൂർവ സംഭവമായി. 1961 ശേഷം ഇത് 4-ാം തവണ മാത്രമാണ് ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഫോളോ ഓൺ നൽകിയിട്ടും എതിർ ടീമിനെ വീണ്ടും ബാറ്റ് ചെയ്യാൻ അനുവദിക്കേണ്ടി വന്നത്. 2-ാം ഇന്നിംഗ്സിൽ വിൻഡീസിന്റെ പോരാട്ടം നീണ്ടതോടെ ഇന്ത്യൻ ബൗളർമാർക്ക് 100-ൽ അധികം ഓവറുകൾ തുടർച്ചയായി എറിയേണ്ടി വന്നു. ഇതവരെ ശാരീരികമായി തളർത്തുകയും ചെയ്തു. എങ്കിലും കുൽദീപ് യാദവും ജസ്പ്രീത് ബുംറയും 3 വീതം വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ആക്രമണത്തിൽ മൂർച്ച കൂട്ടി. വിൻഡീസിന്റെ ഈ ചെറുത്തുനിൽപ്പ് കാരണം ഇന്ത്യക്ക് വീണ്ടും ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്നെങ്കിലും ചെറിയ ലക്ഷ്യം ഇന്ത്യൻ യുവനിര അനായാസം മറികടന്നു. മൊത്തത്തിൽ ഈ പരമ്പര ഇന്ത്യക്ക് യുവതാരങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദിയായി മാറി. യശസ്വി ജയ്സ്വാളിന്റെയും സായി സുദർശന്റെയും യുവത്വവും KL രാഹുലിന്റെ പരിചയസമ്പത്തും ശുഭ്മാൻ ഗില്ലിന്റെ നായകത്വവും ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന് പുതിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. പരമ്പരയിലെ മികച്ച പ്രകടനത്തിന് കുൽദീപ് യാദവിനെ കളിയിലെ താരമായും തിരഞ്ഞെടുത്തു. വിജയം നേടാൻ ഇന്ത്യക്ക് ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഈ പരമ്പര വിജയം ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാവിക്ക് തിളക്കമേകുന്നു.